ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ കുഞ്ഞുമണീസിന് ഭയങ്കര ആഗ്രഹം ഒന്ന് പാർക്കിൽ പോകണമെന്ന്. അപ്പം നമ്മൾ വേറെ ഒന്നും ആലോചിച്ചില്ല, വണ്ടി എടുത്തു നേരെ വിട്ടു പാർക്കിലേക്ക്. പാർക്കിൽ ചെന്നപ്പോൾ സായിക്കുട്ടിയുടെ സ്വഭാവം അങ്ങോട്ട് മാറിയില്ല. ചെന്നപ്പോൾ തൊട്ട് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ബഹളം തുടങ്ങി. പാർക്കിൽ ചെന്നുകൊണ്ട് വേഗം തന്നെ ഐറുനൊന്ന് പാർക്കിൽ ഒഴുക്കി. ഈ സാധനത്തേക്ക് കയറുമ്പോഴേക്കും ഐറു തുടങ്ങും തലറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഐറു അതിൽ നിന്ന് ചാടിയാറ്. എനിക്ക് പൊക്കൂലല്ലോ ഉമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ പോയി തൂങ്ങിക്കോളാൻ. അപ്പോൾ അതേ തൂങ്ങി തുടങ്ങി. എനിക്കിതൊന്നും പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് സായിക്കുട്ടി ദേ പോകണം. ഐസ്ക്രീമിൻ്റെ ബഹളം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഒരു പോപ്കോൺ അങ്ങോട്ട് മേടിച്ചു കൊടുത്തു. 2 പോപ്കോൺ ഞാൻ തന്നപ്പോൾ ദേ അതിനും ബഹളം. പോപ്കോൺ തിന്നണ വരെ ഞങ്ങളൊന്ന് റെസ്റ്റ് അങ്ങോട്ട് എടുത്തു. അപ്പോഴേക്കും നേരം പരപരായി ഇരുട്ടി തുടങ്ങി. പതിയെ ലൈറ്റുകളും വീണു തുടങ്ങി. ഐസ്ക്രീം കിട്ടാതെ ദേഷ്യം സായിക്കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടു. അവസാനം കടയുടെ മുന്നിൽ നിന്ന് ദേ സത്യാഗ്രഹം, ഐസ്ക്രീം തന്നെ വേണമെന്നും പറഞ്ഞ് വായിലെ വെള്ളം വെറ്റി ഒരു കുപ്പി വെള്ളം മേടിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് വന്നിരുന്നു. സായിക്കുട്ടി അത് വിടാനായിട്ടുള്ള ഉദ്ദേശവും ഇല്ല. എന്നെ വിളിക്കുന്ന വിളി കണ്ടില്ല. ഐസ്ക്രീം എന്തോ കാണാത്ത പോലെ എന്നെ ചൂണ്ടി കാണിക്കുന്നു. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാനിരുന്നപ്പോഴും സായിക്കുട്ടി എനിക്ക് സ്വയം തരുന്നില്ല. ഐസ്ക്രീം മേടിച്ചു കൊടുക്കാത്ത ദേഷ്യത്തിൽ അവൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പുകം കണ്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയൊന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആടാന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അവളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് മറ്റുള്ളവർ ചിരി തുടങ്ങി അവളെ നോക്കി. ഞാൻ പിന്നെ അതിനെ വിളിച്ചുകൊണ്ട് വേഗം പോകുന്നു അവിടുന്ന്. പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈഡും ഇത് തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം നിന്ന് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ദേ അവിടെ നിന്ന് സായിക്കുട്ടി അയറുക്കുട്ടിയും കൂടെ ഓടൽ തുടങ്ങി. ആ കളിയും കണ്ട് ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇവർ കളിക്കുന്ന കണ്ടിട്ട് എനിക്കും ഇരിക്കെ പൊറുതി കിട്ടുന്നില്ല. കൊതുകാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും.